സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം എല്ലാവരും ആദ്യം അഭിപ്രായം പറയുന്നത് അവിയലിനെ കുറിച്ചായിരിക്കും അല്ലേ. അവിയൽ കൊള്ളായിരുന്നു, അല്ലെ അവിയൽ നന്നായില്ല എന്ന് പറയും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും അതേ രീതിയിൽ അവിയൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ സദ്യ സ്പെഷ്യൽ അവിയൽ കണ്ടാലോ. സദ്യയിലെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിയുന്നതിന് പോലും പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരേ വലിപ്പത്തിൽ ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ വെള്ളരിക്ക, ക്യാരറ്റ്, പയറ്, പടവലങ്ങ, മുരിങ്ങക്ക ഇത്രയും കാര്യങ്ങൾ ഒരേ കനത്തിൽ ഒരേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് നീളത്തിലല്ല അരിഞ്ഞേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ചേനയും കായുമാണ്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് കറുത്തു പോകും. ചേന പെട്ടെന്ന് വേകുന്ന ചേനയായതുകൊണ്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചട്ടിയിലേക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം. ചേന വേകാത്ത ചേനയാണെങ്കിൽ ആദ്യം ചേനയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ചേന പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർക്കാം. മുരിങ്ങക്ക നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് വേവിക്കാൻ പോണത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ വെള്ളമുള്ള കഷ്ണമാണ്. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. പൊടികളെല്ലാം ചേർത്ത് കഷ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അവിയൽ ചുമന്നിരിക്കും. അപ്പോൾ പേരിന് മാത്രമേ മുളക് പൊടി ചേർക്കാവുള്ളൂ. ഇതൊന്ന് വേകുമ്പോഴത്തേക്കും അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്. ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവുള്ള പച്ചമുളകാണ്, അതനുസരിച്ച് ചേർക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അവിയലിന് അരയ്ക്കുമ്പോൾ ഒരുപാട് അരഞ്ഞും പോകരുത്, എന്നാൽ ഒട്ടും അരയാതെയും കിടക്കരുത്. നമ്മൾ കപ്പയ്ക്കൊക്കെ അരയ്ക്കില്ലേ, അതിനേക്കാളും ഒരു അല്പം കൂടി അരവ് വേണം. ഇതിലേക്ക് ഞാൻ അധികം പുളിയില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര് മാത്രമല്ല മാങ്ങയും ചേർക്കുന്നുണ്ട്. തൈരിന് പുളി കൂടുതലുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ. ഈ ഒരു രീതിയിലാണ് അവിയലിന് അരച്ചെടുക്കേണ്ടത്. ഇടയ്ക്ക് വേവിക്കാൻ വെച്ച് നമ്മുടെ കഷ്ണം ഒന്ന് തുറന്ന് നോക്കണം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, അപ്പോൾ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കണം. കഷ്ണം വെന്തിട്ടില്ല, ശരിക്കും അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. ആവശ്യത്തിന് വെള്ളം ഉണ്ട് ഇതിൽ. ഒന്ന് ഇളക്കി ഇട്ടിട്ട് വീണ്ടും മൂടി വെക്കാവേ. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 കഷ്ണം മാങ്ങ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മാങ്ങ ചേർത്തതിന് ശേഷം ഇളക്കി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. സദ്യക്കൊക്കെ അവിയൽ വെക്കുമ്പോൾ നല്ല കനലിനകത്ത് കിടന്ന് പതിയെ സ്ലോ പ്രോസസ്സിലൂടെയാണ് അവിയൽ വെന്ത് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഗ്യാസിൽ വെച്ചുണ്ടാക്കുമ്പം തീ കുറച്ചിട്ട് വെള്ളം ചേർക്കാതെ അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഞാൻ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുത്തത്. ഇനിയിപ്പം ഈ മിക്സിയുടെ ജാറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആ അരപ്പ് അരച്ച് കളയാതെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പിട്ടതിന് ശേഷം കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ അരപ്പും വെന്ത് കിട്ടും. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമ്മുടെ ചട്ടിയിൽ നല്ല സൂപ്പർ അവിയൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ലാസ്റ്റിൽ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയോണേ. ഇനി ഒരു 10 മിനിറ്റ് ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകാതെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നീട് തുറന്നൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ മഞ്ഞ അവിയൽ റെഡിയാവും. വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർത്താൽ അതനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും അവിയലിന്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ ഓണത്തിന് നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറിയായ അവിയൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്